ഇന്ത്യയിലെ ആദ്യത്തെ ബീറ്റ ജനറേഷൻ കുഞ്ഞ് ഫ്രാങ്കി റമുത്രിഡിക സാംഡെക്ക്. മിസോറാമിൽ ഐസ്വാളിലെ ഡാർട്ടലാങ്ങിലുള്ള സിനഡ് ഹോസ്പിറ്റലിലാണ് രാജ്യത്തെ ആദ്യത്തെ ബീറ്റ ജനറേഷൻ കുഞ്ഞ് ജനിച്ചത്. 2025 മുതൽ 2039 വരെ ജനിക്കുന്ന കുട്ടികളാണ് ബീറ്റ ജനറേഷൻ എന്നറിയപ്പെടുന്നത്. 2025 ഹരിവരാസനം പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2024 ആണെങ്കിൽ PK വീരമണി ദാസൻ. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2012 ആദ്യ ഹരിവരാസന പുരസ്കാരം നൽകിയത്. KJ യേശുദാസ് ആണ് പ്രഥമ ഹരിവരാസന പുരസ്കാര ജേതാവ്. WCM പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി ചെസ് താരം ദിവി ബിജേഷ്. ISROയുടെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് കുലശേഖരപട്ടണം, തൂത്തുക്കുടി, തമിഴ്നാട്. ഗുജറാത്തിലെ 34ാമത് ജില്ലയായി പ്രഖ്യാപിച്ചത് വാവ് തരാട്. കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ അവതരിപ്പിച്ചത് എയർ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് കന്യാകുമാരി. വിവേകാനന്ദ പാറ സ്മാരകത്തെയും തിരുവള്ളുവർ പ്രതിമയെയും തമ്മിൽ പാലം ബന്ധിപ്പിക്കുന്നു. ഉദ്ഘാടനം ചെയ്തത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിനാണ്. 2024 ഡിസംബർ 30 ഇന്ത്യയിലെ ആദ്യത്തെ കടൽ ഗ്ലാസ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്തത്. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് വേദി ഭുവനേശ്വർ, ഒഡീഷ. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് തീം വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് മുഖ്യാതിഥി ക്രിസ്റ്റിൻ കാർല കങ്കലു. പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 9. സംരക്ഷിക്കാൻ ആരുമില്ലാത്തവരും കിടപ്പ് രോഗികളുമായ വയോജനങ്ങൾക്ക് സ്ഥാപന സംരക്ഷണം ഉറപ്പാക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി വയോ സാന്ത്വനം പദ്ധതി. ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് V നാരായണൻ. ISROയുടെ 11ാമത് ചെയർമാനാണ് V നാരായണൻ. ISROയുടെ 10ാമത് ചെയർമാൻ S സോമനാഥ്. കേരള തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷനായി നിയമിതനായത് B അശോക്.